ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ നേരത്തെ എടുത്തു വെച്ചതാണ്, ഫാർമക്കോളജിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് ബോക്സിൽ, അതായത് ലാസ്റ്റ് കാണുന്ന ബോക്സിൽ മറ്റേ ചാനൽ, നമ്മുടെ ഉമേഷ് നഴ്സിംഗ് ഇൻഫോ എന്ന് പറഞ്ഞ ചാനലിൽ NHMന്റെ മിഡ് ലെവൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർക്ക് വരുന്ന രീതിയിലുള്ള 7 അരിത്മെറ്റിക്കൽ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ട്സ് ഉള്ള ഒരു 3-4 പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. ആ വീഡിയോ നിങ്ങൾ മറ്റേ ചാനലിലാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ അതർ ചാനലിലാണ്. അതിനകത്ത് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ള സാധ്യത കൂടുതൽ. ഇനി നിങ്ങൾ ഇപ്പം പ്രിലിമിനറി എക്സാമിന് പഠിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് 10th ലെവലിൽ പ്രിലിമിനറി എക്സാമിനൊക്കെ എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും നമ്മുടെ ഇംഗ്ലീഷും മാത്സും ഒക്കെ സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകം പഠിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം 3-4 ദിവസമേ ഉള്ളൂ. അപ്പം NHM എക്സാം മാത്രം എഴുതുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ വീഡിയോ കണ്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് മാത്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും പ്രോബ്ലംസ് ചെയ്യണം. ഇപ്പം NHM അല്ലെങ്കിൽ ESIC എക്സാമിനൊക്കെ എഴുതുന്നവർ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്, റീസണിങ്, അരിത്മെറ്റിക്കൽ എബിലിറ്റി കൂട്ടാനുള്ള ധാരാളം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, വർക്കൗട്ട് ചെയ്യണം. അതുപോലെ ഇംഗ്ലീഷിലുള്ള സിമ്പിളായിട്ടുള്ള ഗ്രാമർ, അതുപോലെ തന്നെ GK, കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെ NHM മിഡ് ലെവൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ESIC സ്റ്റാഫ് നേഴ്സ് എക്സാമിനുള്ളവർ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ ESICയുടെ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല കേട്ടോ. അന്ന് വരികയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി. ഈ ഒരു ചാനൽ, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എൻഡ് ബോക്സിലുള്ള നമ്മുടെ അതർ ചാനലിലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. PDF ഫോർമാറ്റും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്, ഫാർമക്കോളജിയുടെ. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി എക്സാം അടുത്തല്ലോ, 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ അധികം ടെൻഷനൊന്നും വേണ്ട, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, ടെൻഷൻ ഇല്ലാതിരിക്കുക, പാനിക്ക് ഉണ്ടാകരുത്. പാനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സാമിന് പോയി കഴിഞ്ഞാൽ എല്ലാം തെറ്റും, ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പാനിക്കില്ലാതെ വളരെ നിസ്സാരമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫാർമക്കോളജിയുടെ വീഡിയോ കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞാൽ എൻഡ് ബോക്സിലുള്ള വീഡിയോ NHM എക്സാം ഉള്ളവർ മാത്രം കാണുക, ബാക്കിയുള്ളവർക്കും കാണാം. കാരണം അതിനകത്ത് ഞാൻ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. ലാസ്റ്റ് ഒരു പകുതി കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ കുറച്ച് പോയിന്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും കാണാം, എല്ലാവർക്കും കാണാവുന്ന വീഡിയോ ആണ്. നിങ്ങൾ ആ സ്കിപ്പ് ചെയ്താൽ മതി. കണക്കിൻ്റെ പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് പോർഷനിലേക്ക് വരിക. അത് ഇംഗ്ലീഷിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, കാരണം അത് ഇംഗ്ലീഷ് ചാനലാണ്, സിമ്പിൾ ഇംഗ്ലീഷിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Cardiac glycosides effective against congestive heart failure, CHF. Example of cardiac glycosides are digoxin and digitoxin. Digoxin increases the force of myocardial contractions, that is positive inotropic effect. So cardiac glycoside എക്സാമ്പിൾ ആണ് ഡിഗോക്സിൻ അല്ലെങ്കിൽ ഡിജിറ്റോക്സിൻ. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിനെതിരെ ഉപയോഗിക്കുന്ന ഡ്രഗാണിത്. ദ ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് മയോകാർഡിയൽ കൺട്രാക്ഷൻസ്. മയോകാർഡിയൽ കൺട്രാക്ഷൻസിൻ്റെ ഫോഴ്സ് കൂട്ടുന്നു, അതായത് പോസിറ്റീവ് അയനോട്രോപ്പിക് ഇഫക്റ്റാണ് ഡിഗോക്സിൻ ഉള്ളത്. പൾസ് ഷുഡ് ബി അസസ്ഡ് ബിഫോർ ഡിഗോക്സിൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഷുഡ് നോട്ട് ബി അഡ്മിനിസ്ട്രേഡ് ഇഫ് ഹാർട്ട് റേറ്റ് ഈസ് ബിലോ 60 ബീറ്റ്സ് പെർ മിനിറ്റ്. ഡിഗോക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പൾസ് റേറ്റ് നോക്കണം. അത് പൾസ് റേറ്റ് 60 ബീറ്റ്സ് പെർ മിനിറ്റിന് താഴെയാണെങ്കിൽ ഡിഗോക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യരുത്. അതുപോലെ ഡിഗോക്സിൻ ആൻഡ് പൊട്ടാസ്യം. ഹൈപ്പോകലീമിയ ഇൻ ദ ബോഡി ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡിജിറ്റാലിസ് ടോക്സിസിറ്റി. അപ്പം ഡിജിറ്റാലിസ് ടോക്സിസിറ്റി എന്നുള്ള ഒരു സൈഡ് ഇഫക്ട്സ് ഡിഗോക്സിൻ ഡ്രഗിനുണ്ട്. അതായത് അതൊരു പോയിസണായിട്ട് മാറും ഡിഗോക്സിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വല്ലാണ്ട് കൂടുമ്പോൾ. സോ ഹൈപ്പോകലീമിയ, പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ അതിൻ്റെ റിസ്ക് കൂടുന്നു. സോ പൊട്ടാസ്യം 3.5 താഴെയാണെങ്കിൽ ഡിഗോക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യരുത്. അതുപോലെ തന്നെ പൾസ് റേറ്റ് 60 ബീറ്റ്സ് പെർ മിനിറ്റിൽ താഴെയാണെങ്കിലും ഡിഗോക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യരുത്. സോ സൈഡ് ഇഫക്ട്സ് കാർഡിയക് അരിത്മിയ സച്ച് ആസ് ബാഡിക്കാർഡിയ ബിലോ 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആൻഡ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആൾസോ. അപ്പോൾ കാർഡിയക് അരിത്മിയയും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ പ്രധാനപ്പെട്ട ഒരു അരിത്മിയാണ്. കാർഡിയക് അറസ്റ്റ്, ഡെത്തിലേക്ക് പോകുന്നതാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. അപ്പോൾ അത് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നൈട്രൈറ്റ്സ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്രോണിക് അഞ്ചൈന പെക്ടോറിസ് ആൻഡ് ഹൈപ്പർടെൻഷൻ അസോസിയേറ്റഡ് വിത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ
or congestive heart failure. Dose of nitrates 5 mg oral or 20 to 40 mg twice daily. So nitrates treatment against angina pectoris, chest pain ഉള്ളവർക്ക് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അസോസിയേറ്റഡ് വിത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ CHF ഉള്ളവർക്ക് നൈട്രേറ്റ്സ് ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡോസ് 5 mg സബ്ലിംഗുലാണ്, സബ്ലിംഗൽ 5 mg ഡോസാണ്. അതുപോലെ തന്നെ 20 to 40 mg ഓറൽ ട്വൈസ് ഡെയിലി. ഡോസ് 5 mg സബ്ലിംഗൽ ആൻഡ് 20 to 40 mg ട്വൈസ് ഡെയിലി. നൈട്രോഗ്ലിസറിൻ ഓയിൽമെൻറ്റ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് റൈനോഡ്സ് ഡിസീസ്. നൈട്രോഗ്ലിസറിൻ ഓയിൽമെൻറ്റ് റൈനോഡ്സ് ഡിസീസിന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നൈട്രോഗ്ലിസറിൻ എന്നുള്ള ഡ്രഗ് നമ്മൾ ICUയിലൊക്കെ പേഷ്യൻ്റ് വരുമ്പോൾ ചെസ്റ്റ് പെയിനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ചെസ്റ്റ് പെയിൻ കുറയുന്നു, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് കുറയുവാനും വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഡ്രഗാണ്. അപ്പം മെയിൻ സൈഡ് ഇഫക്റ്റ് ഓഫ് NTG എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മെയിൻ സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡേക്കാണ് മെയിൻ സൈഡ് ഇഫക്റ്റ്. അതുപോലെ തന്നെ ഹെഡേക്കിൻ്റെ ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഹെഡേക്ക് തന്നെ എഴുതണം. ദെൻ സിങ്കോപ്പ്, ഡിസ്നസ്, പോസ്ചറൽ ഹൈപ്പോടെൻഷൻ. സോ ഹെഡേക്ക്, സിങ്കോപ്പ്, ഡിസ്നസ്, പോസ്ചറൽ ഹൈപ്പോടെൻഷൻ ആർ ദ സൈഡ് ഇഫക്ട്സ് ഓഫ് നൈട്രേറ്റ്സ്. Next drug, calcium channel blockers. Example of calcium channel blockers are diltiazem, nifedipine, amlodipine, verapamil. Calcium channel blockers example are diltiazem, nifedipine, amlodipine, verapamil. So these calcium channel blockers reduce myocardial contractility and peripheral vasodilation. So it will cause peripheral vasodilation and reduce blood pressure. So calcium channel blockers. Then angiotensin converting enzyme inhibitors, ACE inhibitor. Examples are captopril, enalapril maleate. So indications hypertension and congestive heart failure. So indications of angiotensin converting enzyme inhibitors are hypotension, and also calcium channel blockers indications are hypertension. So most common side effect of ACE inhibitor is dry cough. Dry cough ആണ് ACE ഇൻഹിബിറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് ഇഫക്റ്റ്. ദെൻ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എക്സാമ്പിൾസ് ആർ അറ്റനലോൾ, പ്രൊപ്രനലോൾ, മെറ്റോപ്രലോൾ, ടിമോളോൾ. സോ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് ആണ് അറ്റനലോൾ, പ്രൊപ്രനലോൾ, മെറ്റോപ്രലോൾ, ടിമോലോൾ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് കുറച്ചും കൂടെ മനസ്സിലാവും. ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാകും. Uses of beta adrenergic blocking agents for hypertension, angina pectoris and cardiac arrhythmias. So especially all these drugs are used against hypertension. Then antiarrhythmic agents. Main antiarrhythmic agent is amiodarone, or other name is codron. Amiodarone hydrochloride or codron 200 to 400 mg per day. So amiodarone hydrochloride or codron 200 to 400 mg per day. It is used against life-threatening ventricular arrhythmias. നിങ്ങൾക്കറിയാം VF, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ ഒക്കെ ഉള്ള പേഷ്യൻറ്റിന് അമിയോഡ്രോൺ ഹൈഡ്രോക്ലോറൈഡ് ആണ് കൊടുക്കുന്നത്. അതുപോലെ അതർ ആൻറ്റി അരിത്മിക് ഏജൻറ്റ് ഈസ് ലിഡോക്കൈൻ ഹൈഡ്രോക്ലോറൈഡ് യൂസ്ഡ് ഇൻ വെൻട്രിക്കുലർ അരിത്മിയ. സോ ലിഡോക്കൈൻ ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് അമിയോഡ്രോൺ ഓർ കോഡ്രോൺ. സോ അമിയോഡ്രോൺ ഹൈഡ്രോക്ലോറൈഡ് ഓൾസോ യൂസ്ഡ് അഗൻസ്റ്റ് വെൻട്രിക്കുലർ അരിത്മിയാസ്. Lidocaine hydrochloride loading dose IV bolus 50 to 100 mg followed by intravenous infusion 20 to 50 mg per kilogram at a rate of 1 to 4 mg per minute. അപ്പോൾ ലിഡോക്കൈൻ ഹൈഡ്രോക്ലോറിൻ ലോഡിംഗ് ഡോസ് 50 to 100 mg IV ആണ് ബോളസ് കൊടുക്കുന്നത്. ദെൻ ഇൻഫ്യൂഷൻ 20 to 50 mg per kilogram. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സിനെ പറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്സിനെ പറ്റിയും പഠിക്കാം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. അപ്പോൾ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സിനെ നമുക്ക് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്നും അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്നും രണ്ടായിട്ട് തിരിക്കാം. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആണ് ഓൾഡർ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആണ് ഓൾഡർ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സ്. ആൻറ്റിസൈക്കോട്ടിക്സിനെ നമുക്ക് മേജർ ട്രാങ്കുലൈസേഴ്സ് എന്ന് വിളിക്കാം. ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ അതർ നെയിമാണ് മേജർ ട്രാങ്കുലൈസേഴ്സ് ഓർ ന്യൂറോലെപ്റ്റിക്സ്. മേജർ ട്രാങ്കുലൈസേഴ്സ് ഓർ ന്യൂറോലെപ്റ്റിക്സ് എന്നാണ് ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ മറ്റ് പേരുകൾ. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് എക്സാമ്പിളാണ് ക്ലോർപ്രോമാസിൻ, ഹലോപെരിഡോൾ, ഫ്ലുവനാസിൻ, തയോറിഡാസിൻ. ക്ലോർപ്രോമാസിൻ, ഹലോപെരിഡോൾ,
ഫ്ലുവനാസിൻ, തയോ, റിഡാസിൻ എന്നിവയാണ് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ്. ഫസ്റ്റ് ആൻറ്റിസൈക്കോട്ടിക്കാണ് ക്ലോർപ്രോമാസിൻ. എക്സാമിന് ചോദിച്ചതാണ്. 1950-ലാണ് ആൻറ്റിസൈക്കോട്ടിക്സുകൾ നിലവിൽ വന്നത്. ഫസ്റ്റ് ആൻറ്റിസൈക്കോട്ടിക് ക്ലോർപ്രോമാസിൻ. ആൻറ്റിസൈക്കോട്ടിക്കുകൾ നിലവിൽ വന്നത് 1950-ലാണ്. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിന് സാധാരണയായിട്ട് സൈഡ് ഇഫക്ട്സ് കൂടുതലാണ്. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിന് സൈഡ് ഇഫക്ട്സ് വളരെയധികം കൂടുതലുണ്ട്. നമുക്ക് ടിപ്പിക്കലും അറ്റിപ്പിക്കലും നോക്കിയതിന് ശേഷം നമുക്ക് സൈഡ് ഇഫക്ട്സിലേക്ക് കടക്കാം. ദെൻ അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ഓർ ന്യൂ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സ്. അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഇതൊക്കെ. കമ്പയർഡ് ടു ഓൾഡർ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സ്, ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ഹാവ് ഫ്യൂവർ സൈഡ് ഇഫക്ട്സ്. സൈഡ് ഇഫക്ട്സ് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ക്ലോസാപ്പിൻ 100 to 300 mg പെർ ഡേ, ഒലാൻസാപ്പിൻ 5 to 20 mg പെർ ഡേ, റിസ്പിരിഡോൺ 2 to 8 mg പെർ ഡേ, ക്യൂട്ടിയാപ്പിൻ 50 to 400 mg പെർ ഡേ, അരിപ്പിപ്രസോൾ 15 to 30 mg പെർ ഡേ. അപ്പോൾ ഈ ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. സൈഡ് ഇഫക്ട്സ് കുറവാണ്, എങ്കിലും നമുക്ക് സൈഡ് ഇഫക്ട്സിനെ പറ്റി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻറ്റിസൈക്കോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദർ വിൽ ബി ലോട്ട് ഓഫ് സൈഡ് ഇഫക്ട്സ് ഇൻക്ലൂഡ് ആൻറ്റി കോളിനർജിക് സൈഡ് ഇഫക്ട്സ്, ഡ്രൈ മൗത്ത്, ബ്ലഡ് വിഷൻ, കോൺസ്റ്റിപ്പേഷൻ, യൂറിനറി റിട്ടൻഷൻ, അതൊക്കെ ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ആണ് അഗ്രാനുലോസൈറ്റോസിസ്. പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ക്ലോസാപ്പിൻ എന്നുള്ള ആൻറ്റിസൈക്കോട്ടിക്, ന്യൂ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക് ഉപയോഗിക്കുമ്പോൾ അഗ്രാനുലോസൈറ്റോസിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. ദറ്റ് ഈസ് അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് ലെസ് ദാൻ 100 per microliter ഓഫ് ബ്ലഡ്. അതായത് WBC കൗണ്ടിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വല്ലാണ്ട് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് അഗ്രാനുലോസൈറ്റോസിസ്. അപ്പോൾ ഓർക്കണം, ക്ലോസാപ്പിൻ ഡ്രഗിൻ്റെ സൈഡ് ഇഫക്ട്സ് ആണ് അഗ്രാനുലോസൈറ്റോസിസ്. ആൻഡ് ദർ വിൽ ബി ECG ചേഞ്ചസ്, പ്രൊലോങ്ഡ് QT ഇൻ്റർവൽ സീൻ ഇൻ എക്സസീവ് യൂസ് ഓഫ് ആൻറ്റിസൈക്കോട്ടിക്സ്. അപ്പോൾ ECG ചേഞ്ചസ് ഉണ്ടാവും, പ്രൊലോങ്ഡ് QT ഇൻ്റർവലാണ്. ദെൻ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്, സ്യൂഡോ പാർക്കിൻസോണിസം, അക്കിനേസിയ, അക്കത്തീസിയ, ഡിസ്റ്റോണിയ. സ്യൂഡോ പാർക്കിൻസോണിസം എന്ന് പറയുമ്പോൾ ട്രെമർ ഉണ്ടാവും, അതുപോലെ റിജിഡിറ്റി, ഷഫ്ലിംഗ് ഗെയ്റ്റ് ശരിയാവില്ല. അക്കിനേസിയ എന്ന് പറഞ്ഞാൽ വോളണ്ടറി മൂവ്മെൻറ്റ് തടയുന്ന ഒരവസ്ഥയാണ്. നമ്മൾക്കായിട്ടുള്ള ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ബോഡിയിലൊക്കെ. അപ്പോൾ അക്കത്തീസിയ, ഡിസ്റ്റോണിയ ഒക്കെ അത് തന്നെയാണ്. ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ബോഡി മൂവ് ചെയ്യുക, ഇന്നബിലിറ്റി ടു സ്റ്റേ സ്കിൽ എന്നുള്ള അവസ്ഥ വരും. പിന്നെ ഒക്കുലോ ഗിറി ക്രൈസിസ് എന്നുള്ളൊരവസ്ഥ വരും. അത് ഒരു എമർജൻസി കണ്ടീഷനാണ്. നെക്ക് ഡിസ്റ്റോണിയ, ടങ് പ്രൊട്രൂഷനൊക്കെ ഉണ്ടാവും ഒക്കുലോ ഗിറി ക്രൈസിസിൽ. സോ ദീസ് സൈഡ് ഇഫക്ട്സ് യു ഷുഡ് ബി വെരി ക്ലിയർ. ആൻഡ് ഓൾസോ ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻറ്റ് സിൻഡ്രം NMS യു ക്യാൻ സീൻ ഇൻ പേഷ്യൻറ്റ് വിത്ത് ആൻറ്റിസൈക്കോട്ടിക്സ്. ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻറ്റ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ സിവിയർ പാർക്കിൻസോണിസം, മസിൽ റിജിഡിറ്റി ഉണ്ടാവും. സിവിയർ ആയിട്ടുള്ള പാർക്കിൻസോണിസം കണ്ടീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ അപ് ടു 107 degrees Celsius, ടക്കിക്കാർഡിയ ഓർ ടക്കിപ്നിയ യു ക്യാൻ സീ. ദെൻ ഫ്ലക്ച്വേഷൻ ഇൻ ബ്ലഡ് പ്രഷർ, ഡയഫോറസിസ്, എക്സസീവ് സെറ്റിംഗ് ഉണ്ടാവും. അതൊക്കെ ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻറ്റ് സിൻഡ്രത്തിൽ കാണാവുന്നതാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻറ്റ് സിൻഡ്രം, സിവിയർ പാർക്കിൻസോണിയൻ, മസിൽ റിജിഡിറ്റി ഉണ്ടാവും. അതുപോലെ ടെമ്പറേച്ചർ അപ് ടു 107 degrees Celsius, ടക്കിക്കാർഡിയ, ടക്കിപ്നിയ ആൻഡ് ഫ്ലക്ച്വേഷൻ ഇൻ ബ്ലഡ് പ്രഷർ. ഇതൊരു റെയർ സിവിയർ ഫാറ്റൽ പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ സൈഡ് ഇഫക്ട്സ്. The first question, the study of absorption, distribution and metabolism and excretion of drug is termed as options: pharmacology, pharmacokinetics, pharmacodynamics, pharmaceutics. Correct answer is pharmacokinetics. Pharmacokinetics is the study of distribution, absorption and metabolism of the drug. That is pharmacokinetics. Pharmacology means the study of drug and its action. Pharmacology. Pharmacodynamics means biochemical and physiological effects of drug. അപ്പോൾ ബയോകെമിക്കൽ ആയിട്ടും അതുപോലെ ഫിസിയോളജിക്കൽ എഫക്ട്സ്, ഡ്രഗിന്റെ എഫക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിനെയാണ് ഫാർമക്കോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റഡി ഓഫ് ഡ്രഗ് ആൻഡ് ഇറ്റ്സ് ആക്ഷൻ. അപ്പോൾ ദ സ്റ്റഡി ഓഫ് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെറ്റബോളിസം ഓഫ് ഡ്രഗ്, ദാറ്റ് ഈസ് pharmacokinetics. So we can move to the next question.
The maximum volume of a drug that can be injected through intramuscular injection is 2 ml, 5 ml, 10 ml, 15 ml. The correct answer is 5 ml. 5 ml ആണ് നമ്മൾ ഇൻട്രാമസ്കുലർ IM ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിൽ മാക്സിമം. സബ്ക്യൂട്ടേനിയസ് ആണെങ്കിൽ 1.5 ml ആണ്. സബ്ക്യൂട്ടേനിയസ് ആണെങ്കിൽ 1.5 ml ആണ്. So next question. Which of the following drug excreted through saliva? Tetracycline, doxycycline, lithium, ampicillin. Which of the following drug excreted through saliva? Correct answer is lithium. Lithium, the drug can excreted through saliva. അതുപോലെ തന്നെ എപ്റ്റോയിൻ, ആന്റി എപ്പിലെപ്റ്റിക്സ് ആയിട്ടുള്ള എപ്റ്റോയിൻ സലൈവയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ലിഥിയം ആന്റി മാനിക് ഡ്രഗ് ആണ്. ലിഥിയം നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മരുന്ന് ഓവർ ഡോസ് ആകാൻ പാടില്ല. ഓവർ ഡോസ് ആണെങ്കിൽ ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ലിഥിയം ലെവലൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സോ ലിഥിയം ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. The rate of drug absorption is greatest in the large intestine, stomach, gallbladder, small intestine. The rate of drug absorption is greatest in the small intestine. സ്മോൾ ഇൻഡസ്ട്രിയിലാണ് നമ്മുടെ ഡ്രഗ്സിന്റെ ഒക്കെ അബ്സോർപ്ഷൻ മാക്സിമം നടക്കുന്നത്. അപ്പം the rate of drug absorption is greatest in the small intestine ആണ് കറക്റ്റ് ആൻസർ. Next question. Which of the following drug is recommended along with IV administration of quinine sulfate for treatment of malaria? Glucose, calcium gluconate, multivitamin, hydrocortisone. Correct answer is glucose. മലേറിയയുടെ ട്രീറ്റ്മെന്റിലുള്ള പ്രിമാക്വിൻ ആകട്ടെ അല്ലെങ്കിൽ ക്ലോറോക്കിൻ ആകട്ടെ ക്യുനിഡിൻ ആകട്ടെ ഇതൊക്കെ കൊടുക്കുമ്പോൾ ക്ലോറോക്കിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ആണ്. അപ്പം ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹൈപ്പോഗ്ലൈസീമിക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്ലൂക്കോസ് ലെവൽ വളരെയധികം കുറഞ്ഞു പോകും. അപ്പൊ ഗ്ലൂക്കോസും കൂടെ നമുക്ക് ഗ്ലൂക്കോസ് ഇൻഫ്യൂഷൻ നമ്മൾ മലേറിയക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്നുള്ള ഒരു ടാബ്ലറ്റ്, മലേറിയയുടെ ടാബ്ലറ്റ് സേഫ് ആണ്, പ്രഗ്നൻസിയിൽ സേഫ് ആണ്. അപ്പം വിച്ച് ഡ്രഗ് ആന്റി മലേറിയൽ ഡ്രഗ് ഈസ് സേഫസ്റ്റ് ഇൻ പ്രഗ്നൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ വരുന്നത് ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ആണ്. ചിലപ്പോൾ അതിന്റെ ഓപ്ഷനിൽ ക്യുനിഡിൻ, പ്രിമാക്വിൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ആൻസർ ക്ലോറോക്കിൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് അമിനോഗ്ലൈക്കോസൈഡ് ഡ്രഗ് ഹാസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ഫോർ ഓട്ടോടോക്സിസിറ്റി? അമൈക്കാസിൻ, കെനാമൈസിൻ, ജെൻഡാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ. ഇതൊക്കെ അമിനോഗ്ലൈക്കോസൈഡ് ഡ്രഗ്സ് ആണ്. അമൈക്കാസിൻ, കെനാമൈസിൻ, ജെൻഡാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ. കറക്റ്റ് ആൻസർ ഈസ് അമൈക്കാസിൻ. സോ അമൈക്കാസിൻ ഡ്രഗ് ഹാസ് ദ മാക്സിമൽ ചാൻസ് ഓഫ് ഓട്ടോടോക്സിസിറ്റി. അപ്പൊ ഇന്നർ ഇയർ നെർവ് ഡാമേജ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ചാൻസ് ഉള്ള ഡ്രഗ് ആണ് അമൈക്കാസിൻ. അത് ഇപ്പം സ്ട്രെപ്റ്റോമൈസിൻ ആണെങ്കിലും ദർ വിൽ ബി ചാൻസ് ഓഫ് ഓട്ടോടോക്സിസിറ്റി, ബട്ട് മോർ ചാൻസ് നമ്മൾ കൂടുതൽ ചാൻസ് വരുന്നത് അമൈക്കാസിൻ ആണ്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ നിയോമൈസിൻ ആണ് നെഫ്രോടോക്സിസിറ്റി. ഇപ്പൊ നെഫ്രോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ് ആണ് നിയോമൈസിൻ, ഓട്ടോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ് ആണ് അമൈക്കാസിൻ. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഡ്രഗ് കോസ് ഗ്രേ ബേബീസ് സിൻഡ്രോം? പെനിസിലിൻ, ക്ലോറംഫെനിക്കോൾ, ഡോക്സിസൈക്ലിൻ, ക്യുനിഡിൻ. കറക്റ്റ് ആൻസർ ഈസ് ക്ലോറംഫെനിക്കോൾ. ക്ലോറംഫെനിക്കോൾ ഡ്രഗിനാണ് ഗ്രേ ബേബി സിൻഡ്രോം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി ന്യൂബോൺസിന് 2 മുതൽ 9 ദിവസം കഴിയുമ്പോൾ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അതാണ് ഗ്രേ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ഉണ്ടാകുന്നു 2 മുതൽ 9 ദിവസം കഴിയുമ്പോൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് റുമാറ്റിക് ഫീവർ ഈസ് സെഫലോസ്പോറിൻ, പെനിസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ. കറക്റ്റ് ആൻസർ ഈസ് പെനിസിലിൻ. ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് റുമാറ്റിക് ഫീവർ ഈസ് പെനിസിലിൻ. ബെൻസാത്തിൻ പെലിസിനിൽ എന്നുള്ള ഇഞ്ചക്ഷൻ ആണ് 21 ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്. 21 ഡേയ്സ് 3 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് കൂടുമ്പോൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണിത്. അപ്പൊ ഈ ഒരു മെഡിസിൻ നമ്മൾ ഡീപ്പ് IM ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ആണ്
ബെൻസാത്തിൻ പെൻസിലിൻ. സോ നമ്മൾ റുമാറ്റിക് ഫീവറിനെ പറ്റി പറയുമ്പോൾ മേജർ ക്രൈറ്റീരിയ ഓഫ് റുമാറ്റിക് ഫീവർ ആൻഡ് മൈനർ ക്രൈറ്റീരിയ ഓഫ് റുമാറ്റിക് ഫീവറോടെ പഠിക്കാം. ഇത് പലപ്പോഴും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. മേജർ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഒരു ജോൺസ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന മേജർ ക്രൈറ്റീരിയ, നിങ്ങൾക്ക് ജോയിന്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും, അതായത് ആർത്രൈറ്റിസ്, പോളി ആർത്രൈറ്റിസ് ഉണ്ടാവും, അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് നോഡുൾസ്, കോറിയ, അതുപോലെ തന്നെ മയോകാർഡൈറ്റിസ്, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് മേജർ ക്രൈറ്റീരിയ ആയിട്ട് കാണുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ജോയിന്റ് ഇൻവോൾവ്മെന്റ്, പെരിക്കാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ്, നോഡുൾസ്, സബ്ക്യൂട്ടേനിയസ് നോഡുൾസ്, അതുപോലെ തന്നെ കോറിയ, എരിത്തീമ മാർജിനേറ്റം, കോറിയ. അപ്പൊ ഇതൊക്കെ മേജർ ക്രൈറ്റീരിയ ഓഫ് റുമാറ്റിക് ഫീവറിൽ വരുന്നതാണ്. മൈനർ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ബ്ലഡിലെ 2 ലെവലുകൾ ഉയർന്നു നിൽക്കും. അതായത് ശ്രദ്ധിക്കേണ്ടത്, ഇൻക്രീസ്ഡ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് ESR കൂടി നിൽക്കും. അതാണ് മൈനർ ക്രൈറ്റീരിയ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഫീവർ ഉണ്ടാവും, ആർത്രാൾജി ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് മൈനർ ക്രൈറ്റീരിയ. അപ്പൊ 2 മേജർ ക്രൈറ്റീരിയ വന്നാൽ അതിപ്പോ റുമാറ്റിക് ഫീവർ എന്ന് പറയാം, അല്ലെങ്കിൽ 2 മൈനർ ക്രൈറ്റീരിയയും 1 മേജർ ക്രൈറ്റീരിയയും വന്നാൽ അത് റുമാറ്റിക് ഫീവർ ആണെന്ന് പറയാം. 2 മേജർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ 1 മേജർ ക്രൈറ്റീരിയ, 2 മൈനർ ക്രൈറ്റീരിയ. അപ്പൊ ഫീവർ ആയിട്ട് കോമൺ ആയിട്ടുള്ള ഒരു സൈൻസ് ആൻഡ് സിംറ്റം ആണ് ഫീവർ വരുന്നത്. അതുപോലെ ഇതൊക്കെയാണ് ഒരു റുമാറ്റിക് ഫീവറിന്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാർക്കിന് വരാനുള്ള ചാൻസ് ഉണ്ട്. Next question. Drug of choice for syphilis in pregnant lady is tetracycline, penicillin, azithromycin, ceftriaxone. Correct answer is penicillin ആണ്. പെനിസിലിൻ സിഫിലിസ് ഉള്ള ഒരു ലേഡിക്ക് പ്രഗ്നന്റ് അവസ്ഥയിൽ ആണെങ്കിൽ കൊടുക്കാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് പെനിസിലിൻ. അതുപോലെ തന്നെ ആ ഒരു പാർട്ട്ണറിനും കൂടെ ആ ഒരു ഡ്രഗ് കൊടുക്കണം. കാരണം സിഫിലിസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പൊ പാർട്ട്ണറിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി പാർട്ട്ണറിനും ഈ ഒരു ഡ്രഗ് കൊടുക്കണം. അപ്പൊ സേഫ് ഡ്രഗ്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഫോർ സിഫിലിസ് ട്രീറ്റ്മെന്റ് ഈസ് പെനിസിലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a common side effect of streptomycin? Damage to facial nerve, damage to 8th cranial nerve, bone marrow depression, hypersensitivity. Correct answer is damage to 8th cranial nerve. അപ്പൊ 8th cranial nerve ആണ് വെസ്റ്റിബുലോകോക്ലിയർ നെർവ്. ഇപ്പൊ 8th cranial nerve ആണ് വെസ്റ്റിബുലോകോക്ലിയർ നെർവ്. ആ നെർവിനുണ്ടാകുന്ന ഒരു ഡാമേജ് ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് എഫക്ട് ഓഫ് സ്ട്രെപ്റ്റോമൈസിൻ. അപ്പൊ ഈ ഒരു ഡ്രഗ് കൊടുക്കുമ്പോഴാണ് 8th നെർവിന് ഡാമേജ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അമിനോ ഗ്ലൈക്കോസൈഡ്സ് ആയ ജെൻഡാമൈസിൻ, ടോപ്രാമൈസിൻ ഇവയൊക്കെ കൊടുക്കുമ്പോഴും 8th നെർവിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡിസ്നസ്, അതുപോലെ ഗിഡിനെസ്, ലോസ് ഓഫ് ബാലൻസ് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്നർ ഇയറിലുള്ള 8th നെർവ്, ക്രാനിയൽ നെർവിനുള്ള ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ബോക്സിലായിട്ട് എൻ്റെ സ്ക്രീനിൽ NHM മിഡ് ലെവൽ ഹെൽത്ത് പ്രൊവൈഡറിൻ്റെ അരിത്മെറ്റിക് ആൻഡ് റീസണിങ് മോഡലായിട്ടുള്ള 7 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ GK ഉൾപ്പെടുത്തിയിട്ടില്ല. GK പ്ലസ് ഇംഗ്ലീഷിൻ്റെ ചില PDF ഫോർമാറ്റുകൾ, PDF ക്ലാസ്സുകൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾ.